സഭാ തർക്കത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരെ നിയമനിർമ്മാണം നടത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഓർത്തഡോക്സ് സഭ പ്രതിഷേധ ദിനം ആചരിച്ചു. പള്ളികളിൽ കുർബാനയ്ക്ക് ശേഷം പ്രതിഷേധ പ്രമേയം പാസാക്കി. നാളെ തിരുവനന്തപുരത്ത് സഭയിലെ മെത്രോപോലിത്തമാരും വൈദികരും ഉപവാസ പ്രാർത്ഥനാ യജ്ഞം നടത്തും. അതേസമയം നിയമനിർമ്മാണത്തെ സ്വാഗതം ചെയ്ത് യാക്കോബായ സഭ പള്ളികളിൽ പ്രമേയം വായിച്ചു. ഓർത്തഡോക്സ് സഭ സുന്നഹദോസിന്റെയും വർക്കിംഗ് കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരമാണ് സഭ പ്രതിഷേധ നടപടികളിലേക്ക് നീങ്ങുന്നത്. മുഴുവൻ പള്ളികളിലും ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം പ്രതിഷേധം ആചരിക്കുകയും കോടതി വിധി ലംഘിക്കാനുള്ള സർക്കാർ നീക്കത്തെ അപലപിച്ച് പ്രമേയം വായിക്കുകയും ചെയ്തു. തർക്കപരിഹാരത്തിന് നിയമം നിർമ്മിക്കാനുള്ള സർക്കാർ നീക്കത്തെ സ്വാഗതം ചെയ്ത യാക്കോബായ സഭയുടെ പള്ളികളിലും പ്രമേയം വായിച്ചു. കുർബാനയ്ക്ക് ശേഷം സർക്കാർ നടപടിയെ പിന്തുണച്ച് പ്രമേയം വായിച്ചു. സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധത്തിനാണ് ഓർത്തഡോക്സ് സഭ തയ്യാറെടുക്കുന്നത്. സഭയിലെ മുഴുവൻ മെത്രാപ്പോലിത്തമാരും വൈദികരും നാളെ തിരുവനന്തപുരത്ത് ഉപവാസമിരിക്കും. അതിനിടെ സർക്കാരുമായി വിവിധ തലങ്ങളിൽ ചർച്ചയ്ക്കും ശ്രമം നടക്കുന്നുണ്ട്. ജനകീയ പ്രതിരോധ യാത്രയ്ക്കായി കോട്ടയത്തെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ഓർത്തഡോക്സ് സഭ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. സുപ്രീം കോടതി വിധി കൂടി പരിഗണിച്ചുള്ള നടപടികളാകും സർക്കാർ കൈക്കൊള്ളുകയെന്നാണ് MV ഗോവിന്ദൻ കോട്ടയത്ത് പറഞ്ഞത്. ഓർത്തഡോക്സ് സഭയുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ മന്ത്രി സജി ചെറിയാൻ ബദേൽ അരമനയിലെത്തി സഭാപ്രതിനിധികളുമായി ചർച്ച നടത്തി. സഭയുടെ പ്രതിഷേധം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മന്ത്രിയെ നേരിട്ടറിയിച്ചു. സഭയുടെ ആശങ്ക ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ നിയമം നിർമ്മിക്കാൻ LDFും സർക്കാരും തീരുമാനിച്ചതിനെ യാക്കോബായ സുറിയാനി സഭ വർക്കിംഗ് കമ്മിറ്റി യോഗം സ്വാഗതം ചെയ്തു. സുപ്രീം കോടതി വിധിയിൽ സർക്കാരിന് നിയമം നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തർക്കമുള്ള ദേവാലയങ്ങളിൽ ഭൂരിപക്ഷം ഇടവക വിശ്വാസികളുടെ തീരുമാനപ്രകാരം ഭരണനിർവഹണവും ആരാധനയും കർമ്മങ്ങളും നടക്കണം. 6 വർഷമായി തുടരുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ഇതോടെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.